പല്ല് എന്തുകൊണ്ട് മഞ്ഞ കളറാകുന്നു? ഐ ആം ഡോക്ടർ ഷമീർ. സാധാരണ നമ്മൾ ഒരുപാട് കോഫി കുടിക്കുകയാണ്, ടീ കുടിക്കുകയാണ്, കളർ ഫുഡ്സ് ഒരുപാട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ പല്ല് മഞ്ഞ കളറാവും. രണ്ടാമത്തെ റീസൺസ്, നമ്മൾ ഒരുപാട് ഹാർഡ് ബ്രിസിൽസ് ഉള്ള ബ്രഷസ് വെച്ച് നമ്മൾ പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെയർ ആൻഡ് ടയർ നമ്മുടെ പല്ലിലേക്ക് വരും. നമ്മുടെ താഴെയുള്ള അതായത് ഡെന്റിൻ ലെയേഴ്സിൻ്റെ കളേഴ്സ് നമുക്ക് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവും. അത് കാരണം നമ്മുടെ പല്ലിലേക്ക് ഒരു മഞ്ഞ കളർ വരും. നമ്മൾ ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലാക്ക് ഡെപ്പോസിറ്റ്സ്, കാക്ലസ് ഡെപ്പോസിറ്റ്സ് എല്ലാം നമ്മുടെ പല്ലിൽ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന യെല്ലോ കളർ നമുക്ക് ഫോം ചെയ്യാം. നമുക്ക് നാച്ചുറലായിട്ട് ഒരു ഏജിങ്, നമുക്ക് പ്രായമാവുന്ന സമയത്ത് നാച്ചുറലായിട്ടുള്ള കുറേ വെയർ ആൻഡ് ടയർസ് നമുക്ക് പല്ലിൽ വരാം. ആ ഒരു നാച്ചുറൽ ഏജിങ് കാരണം നമുക്ക് ഒരു വെയർ ആൻഡ് ടയർ വരും. ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർ, സ്മോക്കിംഗ് കാരണം നമുക്ക് പല്ലിൽ ഒരുപാട് യെല്ലോയിഷ് കളർ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെയിൻസ്, ടൊബാക്കോയുടെ സ്റ്റെയിൻസ് കാരണം നമുക്ക് ഈ പല്ലിൽ യെല്ലോ കളർ വരാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെല്ലോ കളേഴ്സിൻ്റെ റീസൺസ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം അത് മാക്സിമം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വൈറ്റ് കളറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും.